കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. പ്രധാന അധ്യാപികയെ കൂടാതെ സ്കൂൾ മാനേജറും പ്രതിയാണ്. സ്കൂൾ മാനേജറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് പോലീസ് കണ്ടെത്തി. അപകടകരമായ രീതിയിൽ വൈദ്യുത കമ്പികൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാത്തതിന് KCB അസിസ്റ്റന്റ് എഞ്ചിനീയറെയും പ്രതി ചേർത്തു. ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, നേരത്തെ KCB കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് പോലും അപൂർണമാണ് എന്ന് പറയുന്ന ആരോപണമുണ്ടായിരുന്നു. അതിനെ തള്ളിക്കൊണ്ട് വൈദ്യുത മന്ത്രി തന്നെ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇതിലിപ്പോൾ പ്രതിപട്ടിക കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പുതുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആരൊക്കെയാണ് പുതുതായി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്? വിവരങ്ങൾ. ലക്ഷ്മിപത്മ, ഈ കേസ് അന്വേഷണം വിപുലപ്പെടുത്തുകയാണ്. നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞു മുഖം നോക്കാതെ ഇതിൽ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ആ തരത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രധാന അധ്യാപിക അതുപോലെ സ്കൂളിലെ മാനേജറെയും ഇപ്പോൾ പ്രതിപട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. കുറ്റകരമായ അനാസ്ഥയാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സ്കൂളിന്റെ മുകളിലൂടെ ഇത്തരത്തിലൊരു KCB ലൈൻ പോയിട്ട് അത് രേഖാമൂലം പരാതിപ്പെടാനോ അല്ലെങ്കിൽ രേഖാമൂലം KCB ഇതൊരു അറിയിപ്പായി നൽകാനോ അവർ തയ്യാറായില്ല. പകരം കുട്ടികളുടെ ജീവൻ വെച്ച് പന്താടുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് അവരെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ സ്കൂൾ മാനേജർ തന്റെ കൃത്യനിർവഹണം നന്നായി നിർവഹിച്ചില്ലെന്നും കുട്ടികളുടെ ക്ഷേമം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞില്ലെന്നും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്ന സമയത്ത് സ്കൂൾ മാനേജർ സ്കൂളിൽ ഉണ്ടായിരുന്നു. പക്ഷേ മാനേജറുടെ ശ്രദ്ധ ഇത്തരം ഭാഗങ്ങളിലേക്ക് അധ്യാപകരെ വിട്ട് നടത്തിയിട്ടില്ലെന്നും പോലീസിന്റെ കണ്ടെത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാനേജറും പ്രതിപട്ടികയിൽ വരുന്നത്. അതുപോലെ KCB അസിസ്റ്റന്റ് എഞ്ചിനീയറും ഇതിൽ പ്രതിയാക്കിയിട്ടുണ്ട്. KCBക്ക് ഇത്തരത്തിലൊരു വൈദ്യുതി ലൈൻ സ്കൂൾ മുകളിലൂടെ കടന്നു പോകുമ്പോൾ യുക്തിസഹജമായി അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ ഒരു ലൈൻ മറ്റൊരു വഴി കൂടെ കടത്തി വിടേണ്ടതാണ്. പക്ഷേ അതിൽ അവർ മൗനം തുടർന്നു. വാക്കാൽ നൽകിയ അറിയിപ്പിൽ പോലും ഇത്തരത്തിൽ KCB മൗനം തുടർന്നു. ഒരു കുട്ടിയുടെ ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതിനുശേഷമാണ് KCB അത്തരത്തിലൊരു വൈദ്യുതി ലൈൻ അവിടെ നിന്ന് അഴിച്ചു മാറ്റാൻ തയ്യാറായത്. ഈ സാഹചര്യത്തിലാണ് KCB അസിസ്റ്റന്റ് എഞ്ചിനീയറെയും പ്രതിയാക്കിയത്. എന്തായാലും അപകടകരമായ രീതിയിൽ വൈദ്യുത കമ്പികൾ കിടന്നിട്ടും KCB നടപടിയെടുത്തില്ലെന്ന് നേരത്തെ തന്നെ വലിയ വിമർശനവും പരാതികളും KCBക്ക് എതിരെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനി ആരൊക്കെ പ്രതികളാകുമെന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അന്വേഷണം എന്തായാലും അതിന്റെ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ലക്ഷ്മിവത്ത. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.